ഹദീസിൽ പഠിപ്പിച്ചു 4 പരാജയത്തിൻ്റെ അടയാളങ്ങളാണ്. അതിലൊന്ന് ജുമൂദുൽ ഐൻ, കണ്ണീര് വറ്റിപ്പോവുക. കരച്ചിൽ വരുന്നില്ലേ? വലിയ അസുഖമാണ്. കരയണം, കരയേണ്ട നേരത്തിരുന്ന് കരയണം. ഖുർആൻ ഓതിയിട്ട് കരയണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് കരയണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചില ആളുകൾക്ക് ആര് കരയുന്നത് കണ്ടാലും കരച്ചിൽ വരില്ല. അങ്ങനത്തെ ഒരു ഉള്ളിത്തോല് കൊണ്ട് നടക്കുക, എന്നിട്ട് പതുക്കെ കണ്ണിലൊന്ന് തേക്കുക, എന്നിട്ടെങ്കിലും ഒന്ന് വരട്ടെ എന്നുള്ളവർക്ക്. അങ്ങനെയല്ലേ ഹദീസിൽ പറഞ്ഞ ഫൈലം തബുക്കൂ ഫതബാക്കൂ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ എന്നാൽ എങ്ങനെങ്കിലും ഉണ്ടാക്കി കരഞ്ഞൂടി എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ കരയണം എന്ന് പറഞ്ഞു. കരച്ചിൽ വരുന്നില്ലെങ്കിലോ കരച്ചിൽ ഉണ്ടാക്കണം, എന്നിട്ടെങ്കിലും ഖൽബിൻ്റെ മരവിപ്പ് മാറട്ടെ. നിങ്ങൾ കണ്ടില്ലേ ചില മനുഷ്യന്മാരെ, വലിയ വലിയ ഉസ്താദുമാരാ സാദാത്തുക്കളൊക്കെ നരകവും ഖബറൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ പേടിച്ച് കരയുമ്പോഴും അവരെന്തോ ഒരു നല്ല സുഖത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. എന്തിനാപ്പോ ഈ ഉസ്താദ് പഠിച്ചവൻ എത്രത്തോനെ കരയുന്നതെന്നായിരിക്കും ഒരു പക്ഷെ ഒരു ചിന്തിക്കുന്നത്. എത്രത്തോനെ കരയാനൊക്കെ ഉണ്ടോന്ന് കണ്ടാ കരുതും ഇയാൾ ഖബറിലൊക്കെ ഒരു വട്ടം പോയി വന്നാണ്. ജുമൂദുൽ ഐനുണ്ടാകരുത്, കണ്ണീര് വറ്റുന്ന അവസ്ഥ. കണ്ണീര് വറ്റുന്ന അവസ്ഥയുണ്ടാകരുത്. നല്ല ലോല മനസ്സിൻ്റെ അടയാളമാണ് കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത്. അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒറ്റക്കൊന്നിരുന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒറ്റക്കൊന്നിരുന്ന് ചിന്തിച്ചു നോക്കൂ. റബ്ബ് തആല തന്ന അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കൂ. വേറെ ഒന്നിലേക്കും മനസ്സ് പോകാത്ത വിധം നിങ്ങളുടെ ഉപകരണങ്ങളെല്ലാം ഒന്ന് ഓഫാക്കി വെക്കൂ. മനസ്സ് വേറൊന്നിലേക്കും പോകരുത്. എന്നിട്ടൊന്ന് ഖാലിയായിരിക്കൂ. ഖൽവത്തിലായി ഇരുന്നിട്ട് ഒരു വിലയിരുത്തൽ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയുഷ്കാലത്തിനിടയിൽ ഞാൻ ചിന്തിക്കാത്ത, ഞാൻ വിചാരിക്കാത്ത എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് തന്നു. എത്ര അവസരങ്ങൾ അള്ളാഹു എനിക്ക് മുന്നിൽ തന്നു. പലതും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാര്യമായി ഒന്നും ഞാൻ പകരം ചെയ്തില്ലല്ലോ. കാര്യമായി എന്നിൽ നിന്ന് ഒന്നും ഉണ്ടായില്ലല്ലോ. ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന് ശുക്രിലും ഫിക്റിലും ദിക്റിലുമായി മനുഷ്യൻ അവൻ്റെ ഖൽബ് സാന്ദ്രമാക്കിയിട്ട് ഭക്തിയുള്ളതാക്കിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണീർ കനങ്ങൾ ഒലിച്ചിറങ്ങണം.